ഷമീർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് തൊപ്പിയുടെ വീട്ടിൽ താൻ ആദ്യമായിട്ട് ചെന്ന സമയത്ത് താൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1.5 വർഷം മുമ്പായിരുന്നു ഷമീർ ഈ ഒരു തൊപ്പിയുടെ കൂടെ ചേരുന്നത്. അവൻ്റെ വീടെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു വീട്ടിൽ അവിടെ ചെന്ന സമയത്ത് തന്നെ കുറേയധികം ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പെൺകുട്ടികളും അവിടെ വന്നും പോയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അത് സാധാരണ കാണാൻ വരുന്നത് പോലെയല്ല, മറ്റ് രീതിയിലുള്ള ബന്ധങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ അത് നോർമലായിട്ട് ഞാനത് വലിയതായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഭയങ്കര ഇവർക്കൊരു പവറും പണവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് ആരും വരില്ല, എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാനും അതേ കണക്ക് അതിൽ പെട്ടുപോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രഗ്സ് 2 പ്രാവശ്യത്തോളം യൂസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തുറന്ന് പറയുന്നതിന് ഒരു തെറ്റും തോന്നുന്നില്ല. ഞാൻ 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചിലർ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു സത്യവുമില്ല. ഞാനൊക്കെ ഇപ്പം വേണമെങ്കിൽ ബ്ലഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊപ്പി അതിന് റെഡിയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ഷമീർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും താനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആ ചെന്ന സമയത്ത് തന്നെ ഇതൊക്കെ കണ്ടപ്പം വെളിയിൽ പറഞ്ഞില്ല എന്ന് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി ഇവർക്ക് പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. ഇതേ കണക്ക് ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത്. അതുപോലെ തന്നെ കുറേയധികം പേരുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു തെളിവുകളൊക്കെ എന്തുകൊണ്ട് എടുത്തു വെച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നുള്ളൊരു കാര്യം കൂടി ഷമീർ പറയുന്നുണ്ടായിരുന്നു.